ഈസി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെയ്ച്ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ചെറിയ അരിയാണ്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 സവാള, 3 തക്കാളി, ഒരു 5-6 പച്ചമുളക്, ഒരു 2 കുടം വെളുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി, മല്ലിയില, ചെറുനാരങ്ങ, ഓയിൽ, തൈര്. പുതിയ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ടു. കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കത് വഴറ്റിയെടുക്കണം. ഇനി നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നട്ട്സും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഇനി ഏലക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏലക്ക, അതൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ മൂടി വയ്ക്കാം. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. വേവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നെയ്ച്ചോറ് പോലെ വെച്ചെടുത്ത റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നന്നായി കഴുകിയെടുത്ത ബീഫിലേക്ക് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം. ഒരു 8-10 വിസിലൊക്കെ വേണ്ടി വരും ഇത് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫുജേറ KM ട്രേഡിംഗ് എന്ന് വാങ്ങിയിട്ടുള്ള റീചാർജബിൾ ചോപ്പറാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, സവോള, ചെറിയുള്ളി എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്തായി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു പാത്രം വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം തന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഇളക്കിയെടുക്കണം. അതിലേക്ക് നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം വേണമെങ്കിൽ മൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, തൈര്, ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങയുടെ നീര്, മല്ലിയില, ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ബീഫിൽ ഉപ്പിട്ടതാണ്, കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ബിരിയാണി ദമ്മിട്ടെടുക്കണം. അതിന് ഒരു വലിയ പാത്രം വെച്ച് അതിലേക്ക് ആദ്യം ഞാൻ ചോറിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു ലെയർ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചോറിട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് മല്ലിയില, വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള, നട്ട്സ് അതൊക്കെ ഇടാം. ചിലവർ ഗരം മസാല ഇടും, ചിലവർക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഈ ഒരു ലെയർ ഫില്ല് ചെയ്യാം. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. കണ്ട അടിയിൽ വേറൊരു പഴയ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ദമ്മിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് കരിയാതെ കിട്ടും. ഇതാ അപ്പം നമ്മുടെ അടിപൊളി ബീഫ് ബിരിയാണി റെഡിയാണ്. നല്ല തേങ്ങ ചമ്മന്തിയും തൈരും ഒക്കെ കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാം.